ക്രിസ്മസ് തിരക്കിൽ നിറഞ്ഞ കൊച്ചി. ബ്രോഡ്വേയിലും മേത്തർ മാർക്കറ്റിലും വൻ ജനത്തിരക്കാണ് കാണാൻ സാധിക്കുന്നത്. അവസാനവട്ട ഒരുക്കങ്ങൾക്കായി വിപണിയും സജീവമാണ്. കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേർന്നുണ്ട്. മിഥുൻ, എന്തായാലും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ആഘോഷങ്ങൾക്ക്. എത്രത്തോളം തിരക്കാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്? തീർച്ചയായിട്ടും മലയാളികളുടെ ക്രിസ്മസ് ആഘോഷം എന്ന് പറഞ്ഞാൽ അത് കൊച്ചിയിലെ ആഘോഷം തന്നെയാണ്. അത് മറ്റു പലയിടങ്ങളിലും അതിന് വിരുദ്ധമായിട്ടുള്ള പലരും ഞങ്ങളുടെ നാട്ടിലെ ആഘോഷമാണ് ഏറ്റവും നല്ലത് എന്ന് പറയാറുണ്ടെങ്കിലും പൊതുവെ കൊച്ചിക്കാർ മാത്രമല്ല, പൊതുവെ മറ്റെല്ലാ മലയാളികളും അംഗീകരിക്കുന്ന ഒന്നാണ് കൊച്ചിയിലെ ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾക്ക് അപ്പുറത്തേക്ക് എത്തിക്കാൻ മറ്റൊന്നിനും ആവില്ല എന്നുള്ളത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെയുള്ള അതിമനോഹരമായി കൊച്ചിയുടെ തെരുവുകളും വീടുകളും എല്ലാം തന്നെ ക്രിസ്മസ് ആഘോഷങ്ങൾക്കായി ഒരുങ്ങുമെന്നുള്ളതാണ്. ഇപ്പോൾ കാണുന്നത് കൊച്ചിയിലെ ബ്രോഡ്വേക്ക് ഉള്ളിലുള്ള മേത്തർ ബസാറിൽ നിന്നുള്ള കാഴ്ചകളാണ്. അതിമനോഹരമായി വർണ്ണാലങ്കാരങ്ങളും അതുപോലെ തന്നെ ഈ ക്രിസ്മസിന് ഓരോ വീടുകളും ക്ലബ്ബുകളും തെരുവുകളും എല്ലാം ഒരുക്കുന്നതിന് വേണ്ടി അലങ്കാരങ്ങളെല്ലാം തന്നെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന ഒരിടമാണ്. അവിടെ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഈ ഒരു ഇത്തരത്തിൽ അതിമനോഹരമായിട്ടുള്ള വിപണി ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഏറ്റവും അവസാന ഘട്ടം ഒരുക്കത്തിലാണ് എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. നമുക്കിത് ഇവിടുത്തെ ഒരു കച്ചവടക്കാരോടൊന്ന് ചോദിച്ചു നോക്കാം. ചേച്ചി, എങ്ങനെയാണ് ഇപ്പോഴത്തെ മാർക്കറ്റ്? എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. സൂപ്പറാ. എങ്ങനെയാണ് ചേട്ടാ? വരൂ. ഇപ്രാവശ്യത്തെ എന്താണ് സ്പെഷ്യൽ ഒക്കെ വരുന്നത്? സ്പെഷ്യൽ നിയോൺ ലൈറ്റ്സ് ഉണ്ട്, പിന്നെ കുറെ സാധനങ്ങളുണ്ട്, സ്റ്റാർസ് ഉണ്ട്. അതെ അതെ. നമുക്കിതാ കുറെ ആളുകളെല്ലാം ആൻറ്റി വലിയ ആഘോഷം തന്നെയാണ് കൊച്ചിയിൽ എല്ലായിടത്തും. ഇന്ന് വൈകുന്നതോടുകൂടി കൂടുതൽ സജീവമായിക്കൊണ്ടിരിക്കും. കാരണം ഇന്ന് കൂടുതൽ ഈ പള്ളിയിലെല്ലാം പോയി കുർബാനയെല്ലാം ആഘോഷിക്കുന്നതിന് മുമ്പ് തന്നെ ഏറ്റവും അവസാനവട്ട ഒരുക്കങ്ങൾക്ക് വേണ്ടിയാണ് ഓരോരുത്തരും സജ്ജമായിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ വേണം പറയാൻ. ചേച്ചി, എങ്ങനെ ചേച്ചി ക്രിസ്മസിന്റെ ആഘോഷം? പറഞ്ഞോളൂ. ക്രിസ്മസിന്റെ ആഘോഷം എന്താ, നമ്മളിപ്പോൾ ഇവിടെയൊക്കെ നിൽക്കുന്നു. ഇവിടെ ആകെ തിരക്കാണ്. നല്ലൊരു ഭംഗിയുണ്ട് കാണാനായിട്ട്. വീട്ടിലൊരുക്കങ്ങളൊക്കെ എവിടെ വരെ? ഒരുക്കങ്ങളെല്ലാം റെഡിയായി. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി സ്റ്റാർ ചെയ്ത് ലൈറ്റ് കുറച്ചുകൂടെ മേടിച്ചൊക്കെ ഇടണമെന്ന് പോയി വൈകുന്നേരം പോകുന്നേക്കണത്. ക്രിസ്മസ് ട്രീയും റെഡിയായി. ഒരു വീട്ടമ്മ എന്നുള്ള നിലയ്ക്ക് നാളെ ക്രിസ്മസിന് എന്താണ് ഒരു പ്രത്യേക വിഭവം? ഞാൻ ഒറ്റക്കായതുകൊണ്ട് എൻ്റെ വീട്ടിലോട്ട് എൻ്റെ ഫ്രണ്ട്സ് വരും. അപ്പൊ എല്ലാവരും കൂടെ അവിടെ ആഘോഷിക്കുന്നു. അങ്ങനെ ഭക്ഷണം കഴിച്ചും. അതെ അതെ അതെ, നമ്മൾക്ക് അതാണല്ല. എങ്ങനെയാണ് ഇപ്പൊ എത്ര ദിവസം മുമ്പ് തുടങ്ങി ഇതിന്റെ? ശരിയായിട്ട് അല്ലാതെ കുറെ പ്രോഗ്രാംസ് ഉണ്ട്, ഒത്തിരി പരിപാടി ചെയ്തോണ്ടിരിക്കുവാണ്. അപ്പൊ ഇനി ചെന്നിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ സ്റ്റാൻഡേർഡ് തൊപ്പിയൊക്കെ ഇട്ടിട്ട്. യെസ് മിഥുൻ, അത് തന്നെയാണ്. എന്തായാലും വളരെ വലിയൊരു ആവശ്യം തന്നെയാണ് ജനങ്ങൾക്ക് ഈ ഒരു മണിക്കൂറിലും കാണാൻ സാധിക്കുന്നത്. കടകളിലൊക്കെ തന്നെയും വളരെ വലിയ തിരക്ക് തന്നെയാണ്. നമുക്കറിയാം, ക്രിസ്മസ് ആയാലും ന്യൂ ഇയർ ആയാലും മലയാളികളൊക്കെ തന്നെയും സംഗമിക്കുന്നത് കൊച്ചിയിലാണ്. കൊച്ചിയിൽ ഈ പറയുന്നത് പോലെ കടകളിൽ വലിയ തിരക്കുകൾ തന്നെയാണ് ഈ ഒരു ഘട്ടത്തിലും ഉള്ളത് എന്നുള്ളൊരു കാര്യം തന്നെയാണ് ശ്രദ്ധേയമായ കാര്യം. ജനങ്ങളൊക്കെ തന്നെയും നാളത്തേക്കായുള്ള ആ ഒരു തിരക്കിലാണ്, ഒരുക്കങ്ങളിലാണ്. ഒപ്പം തന്നെ വിവിധ പള്ളികളിൽ ഇതിനോടകം തന്നെ പ്രാർത്ഥനകൾ മറ്റ് ചടങ്ങുകളൊക്കെ തന്നെയും ആരംഭിച്ചിട്ടുണ്ട്. ക്രിസ്മസിൻ്റെ ആ ഒരു കാത്തിരിപ്പിൽ തന്നെയാണ് എല്ലാ ആളുകളും ഉള്ളത്. മലയാളികൾ ഒക്കെ തന്നെയും അതിൽ തന്നെയാണ് ഉള്ളത്. മിഥുൻ അയ്യപ്പനാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും മിഥുനിലേക്ക് ഒരിക്കൽ കൂടി പോകേണ്ടതുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്ത് വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ മലയാളികൾ കെങ്കേമമാക്കുകയാണ്. വിവിധ ഇടങ്ങളിൽ ഇതിനോടകം തന്നെ തിരക്കുകൾ ഉണ്ട്. തിരുവനന്തപുരത്ത് അടക്കം വിവിധ മാർക്കറ്റുകളിൽ തിരക്കുകൾ ഏറുന്നൊരു സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ നാളത്തെ ഈ ഒരു ക്രിസ്മസിനായുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെയും മറുവശത്ത് പുരോഗമിക്കുന്നുണ്ട്. വിവിധ ദേവാലയങ്ങളിൽ ഇതിനോടകം തന്നെ പ്രാർത്ഥനകൾ ആരംഭിച്ചിട്ടുണ്ട്. ഒരുക്കങ്ങളാണ്. വളരെയധികം വർണ്ണാഭമായുള്ള ആഘോഷങ്ങൾക്ക് തന്നെയാണ് തലസ്ഥാന നഗരിയിലടക്കം കാണാൻ സാധിക്കുന്നത്. മിഥുനപ്പൻ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. മിഥുൻ, എന്തായാലും കൊച്ചിയിലെ ആ ഒരു തിരക്കിന് യാതൊരു കുറവുമില്ല. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ക്രിസ്മസ് ആയാലും ന്യൂ ഇയർ ആയാലും മലയാളികളൊക്കെ തന്നെയും സംഗമിക്കുന്നത് കൊച്ചിയിലാണ്. കൊച്ചിയിലെ വിവിധ ദേവാലയങ്ങളിൽ ഇതിനോടകം തന്നെ ആഘോഷങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പ്രാർത്ഥനകൾ, ചടങ്ങുകളൊക്കെ തന്നെയും നടക്കുകയാണ്. എങ്ങനെയാണ് മറ്റു കാഴ്ചകൾ ഇപ്പോൾ കൊച്ചിയിൽ നിന്നും കാണാൻ സാധിക്കുന്നത്?
തീർച്ചയായിട്ടും ദേവാലയങ്ങളെല്ലാം തന്നെ സജ്ജമാണ്. കാരണം നമുക്കറിയാം കൊച്ചിയിൽ പ്രധാനപ്പെട്ട ബിഷപ്പുമാരും എല്ലാം ഉണ്ട്. റാഫേൽ തട്ടിലടക്കം ഇന്ന് പ്രത്യേക കുർബാന നടത്തുന്നുണ്ട്. ഈ കുർബാന അദ്ദേഹമാണ്. അത്തരത്തിൽ 10 മണിയോടുകൂടി തന്നെ ഈ വിശേഷാൽ, അതായത് ഇത്തരത്തിലുള്ള പ്രത്യേക കുർബാനകൾ, ക്രിസ്മസ് ദിന കുർബാനകൾ നടത്തും. അങ്ങനെ ആ കുർബാനയിൽ പങ്കെടുത്ത് ഓരോ ക്രിസ്തുമത വിശ്വാസികളും ഈ ഒരു ക്രിസ്മസ് ആഘോഷത്തിൽ ആരംഭിക്കുന്നു തന്നെ. പക്ഷേ നമുക്കറിയാം ക്രിസ്മസ് എന്ന് പറയുന്നത് ക്രിസ്തുമത വിശ്വാസികൾ മാത്രമല്ല, എല്ലാവരും അതിമനോഹരമായി ആഘോഷിക്കുന്ന ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് നമുക്കറിയാം ഈ വിപണി എന്ന് പറയുന്നത് ഒരു പക്ഷേ ക്രിസ്തു വിശ്വാസികൾ മാത്രമല്ല, എല്ലാവരും ഇവിടെ വരികയും ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായി ഇവരുടെ സ്റ്റാറുകൾ ഇടുക, അതുപോലെ തന്നെ പുൽക്കൂടുകൾ നിർമ്മിക്കുക, ഇതെല്ലാം എല്ലാ ഭവനങ്ങളിലും ഇപ്പോൾ സജീവമായി തന്നെ നടക്കുന്ന ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും തിരക്കേറുന്നത് അതുകൊണ്ട് തന്നെ ചേച്ചി പർച്ചേസിംഗ് ഒക്കെ തുടങ്ങുന്നേ ഉള്ളൂ. ക്രിസ്മസ് ഇല്ല, ഇറങ്ങിയതാ. ക്രിസ്മസ് എങ്ങനെയാ നടക്കുന്നത്? ഞങ്ങൾ സാധാരണ വീട്ടിൽ ട്രീ എല്ലാം സെറ്റ് ചെയ്യാണ്ട് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. എന്നാലും ഞങ്ങൾ ഓഫീസ് വിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ അങ്ങോട്ടേക്ക്. വീട്ടിലൊരുക്കങ്ങളൊക്കെ എവിടെ വരെ? വീട്ടൊരുക്കങ്ങളൊക്കെ ഏകദേശമൊക്കെ ആയി. കുക്കിംഗ് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞു. ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് കുക്കിങ്ങും ഡെക്കറേഷനൊക്കെ ഒരുമാതിരി കഴിഞ്ഞു, സെറ്റ് ചെയ്തു, സ്റ്റാറൊക്കെ തൂക്കിയിട്ടുണ്ട്. കുറച്ച് സാധനങ്ങളൊക്കെ കുറവുള്ളത് വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഏറ്റവും കുറവുള്ളത് സമയങ്ങൾ നികത്താനുള്ള അവസാന നിമിഷമാണല്ലോ. ഇവിടെ തന്നെയാണോ പർച്ചേസിംഗ് നടത്താറ്? അതെ, ഇവിടെ നിന്ന് തന്നെ. എന്തായാലും ഹാപ്പി ക്രിസ്മസ്. എല്ലാവരും ക്രിസ്മസിൻ്റെ ആഘോഷ തിരക്കിൽ അമർന്നിരിക്കുകയാണ്. യാതൊരു വ്യത്യാസങ്ങളും ഇല്ലാതെ മലയാളികളെല്ലാം ക്രിസ്തുവിൻ്റെ ആ ഒരു അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഈ അവസാന മണിക്കൂറുകൾ എന്ന് പറയുന്നത്. അത് കൂടുതൽ ഭക്തിമയവും അതേസമയം തന്നെ ആഘോഷത്തിൻ്റെതുമായിട്ടുള്ള ഒരു മണിക്കൂറുകളാണ്. കൊച്ചിയെ സംബന്ധിച്ചുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള ക്രിസ്മസ് ആഘോഷം നടക്കുന്നത് കേരളത്തിൽ കൊച്ചിയിൽ തന്നെയാണ് എന്നുള്ളത് സംശയമില്ല. ഇനി നമുക്കറിയാം കൊച്ചി കാർണിവലിൻ്റെ തുടക്കവുമായിരിക്കുകയാണ്. പ്രസിദ്ധമാണ് കൊച്ചി കാർണിവൽ. അവിടെ അതുപോലെ തന്നെ ബിനാലെ നടന്നുകൊണ്ടിരിക്കുന്നു. അത്തരത്തിൽ അതുപോലെ തന്നെ ഒരു കൾച്ചറൽ കോൺഗ്രസ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അത്തരത്തിൽ കൊച്ചി വളരെ ആഘോഷത്തിൻ്റെതായിട്ടുള്ള ഒരു നഗരമാണെങ്കിൽ പോലും ഈ ഒരു ക്രിസ്മസ് പുതുവത്സര ദിവസങ്ങൾ എന്ന് അത്യധികം ആഘോഷത്തിൻ്റെതാണ്. അത് സർക്കാർ സംവിധാനങ്ങളും അതുപോലെ തന്നെ മറ്റ് ഇതര ക്ലബ്ബുകളും എല്ലാം തന്നെ നടത്തുന്ന വിവിധങ്ങളായിട്ടുള്ള ആഘോഷങ്ങളുണ്ട്. ആഘോഷങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. കൊച്ചിയുടെ കളറാകെ അതിമനോഹരമായി മാറിയിരിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ ക്രിസ്മസ് പുതുവത്സര കാലം എന്നുള്ളത്. പിന്നെ ഈ ക്രിസ്മസിൻ്റെ ഇന്നത്തെയും അതുപോലെ തന്നെ നാളത്തെയും തിരക്ക് കഴിഞ്ഞാൽ പിന്നെ കൊച്ചിക്കാർ കാത്തിരിക്കുന്നത് പുതുവത്സര രാത്രി, ആ പുതിയ വർഷം തുടങ്ങുന്ന ആ ഒരു പാപ്പാഞ്ഞിയെ കത്തിച്ചുകൊണ്ടുള്ള അതിമനോഹരമായിട്ടുള്ള സംഭവങ്ങളെല്ലാം തന്നെ നടക്കുന്ന ഒരു ഇടമാണ്. അത്തരത്തിൽ ഏറ്റവും സജീവമായി ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾ നടക്കുന്ന ഇടം ഇത്തവണ അതിസജീവമായി തന്നെ തുറന്നുകൊണ്ടിരിക്കുന്നു. മോനെ വെക്കേഷനായോടാ? ഇന്നലെ തുടങ്ങി. എങ്ങനെ ഇത്തവണത്തെ വെക്കേഷൻ ഗംഭീരാക്കണം ഉദ്ദേശിച്ചു? ഇങ്ങനെ ചെയ്യണം, എന്താ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യണം, കഴിക്കാൻ പോകണം, വെളിയിൽ ഫാമിലിയുടെ കൂടെ കൂടണം, ഇത്രയൊക്കെയുള്ള. വെക്കേഷൻ ഒരു ചേച്ചിക്ക് ബോർഡ് എക്സാം. ഈ സെലിബ്രേഷനൊക്കെ എങ്ങനെ ഒരുമിച്ചുകൊണ്ട് പോകും? അതെല്ലാം പ്ലാൻ ചെയ്ത് അക്കോർഡിംഗ്ലി. ക്രിസ്മസ് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ രണ്ടും കൂടെ അക്കോർഡിംഗ്ലി നമ്മൾ പ്ലാൻ ചെയ്തിട്ട് പോകണം. വീട്ടിലെല്ലാ ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞോ? ക്രിപ്സ് വർക്കിലും അതുപോലെ തന്നെ ഇപ്രാവശ്യം എക്സാമിൻ്റെ ഇടയ്ക്ക് ലേറ്റ് ആയിപ്പോയി. അപ്പോൾ പിന്നെ നമ്മൾ വന്നതേ ഉള്ളൂ എന്ന് ചെയ്യാം. താങ്ക് യു. ഇതാണ് ഈ പരീക്ഷയുടെ ചില തിരക്കുകളുണ്ട് ചില വിദ്യാർത്ഥികൾക്ക്. അപ്പോൾ അതിൻ്റെ ഇടയിലും ക്രിസ്മസിൻ്റെ ഒരുങ്ങാതിരിക്കാനാവില്ല, ആഘോഷിക്കാതിരിക്കാനാവില്ല. രണ്ടും ഒരുപോലെ പ്ലാൻ ചെയ്തുകൊണ്ട് ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങളിലേക്ക് പോകുന്നു പലരും. അത്തരത്തിൽ സജീവമായി തന്നെ ക്രിസ്മസ് ദിനങ്ങൾ അതിമനോഹരമാവുകയാണ് ഓരോ മലയാളി ഭവനങ്ങളും. യെസ് മിഥുൻ, അത് തന്നെയാണ്. എന്തായാലും വളരെയധികം സന്തോഷത്തോടു കൂടി ഈ ഒരു അവസാന ഘട്ട മണിക്കൂറിലും ജനങ്ങൾ ഈ പറയുന്നത് പോലെ ഓരോ സാധനങ്ങൾ വാങ്ങാനും ഒക്കെയുള്ള ആ ഒരു തിരക്കിൽ തന്നെയാണുള്ളത്. ദൃശ്യങ്ങൾ കണ്ടതുപോലെ കൊച്ചി എന്ന് പറയുന്നത് നമുക്കറിയാം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്രിസ്മസ് ആയാലും ന്യൂ ഇയർ ആയാലും മലയാളികൾ ഒക്കെ തന്നെയും സംഗമിക്കുന്നത് കൊച്ചിയിലാണ്. ആ ഒരു കൊച്ചി നഗരത്തിലുള്ള ഒരു തിരക്കിൻ്റെ കാഴ്ചകളാണ് നമുക്ക് കണ്ടത്. മിഥുൻ അയ്യപ്പനാണ് വിശദമായ വിവരങ്ങളും പങ്കുവച്ചത്.